നിർത്ത്. സ്റ്റോപ്പ്. ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുമോ? എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. എന്ത് പറ്റി? ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? സാർ ഇതിനെ അടിക്ക്, വണ്ടിക്ക് അടിക്ക്. നമുക്ക് എല്ലാവർക്കും 10,000 20,000 രൂപ പറ്റിയെന്ന് നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. ജനങ്ങളുടെ ഇടയിൽ പോലീസുകാർക്കുള്ള മതിപ്പ് കളയുന്നത് നിങ്ങളെ പോലുള്ള പോലീസുകാരാണ്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കുള്ള കാര്യമല്ല പറയാൻ സാർ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടി അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. ഞാൻ ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാരചനേന്ന വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ചേട്ടായി സമ്മതിച്ച് കൊള്ളാം. വേറൊന്നുമല്ല പറയുന്നത്, ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത്. നിന്റെ സാറാവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? നീ എന്നെ പാപ്പിച്ചണ്ട കേട്ടാ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5,000 രൂപ മെനങ്ങാൻ അടിച്ചു. 5,000 രൂപ. പോലീസ് ഫോഴ്സിനെ ഇൻസൾട്ട് ചെയ്യരുത്. എനിക്ക് വെപ്പൺ യൂസ് ചെയ്യേണ്ടി വരും. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരം കാണിക്കാവുന്നു തെണ്ടികൾ. അല്ല വേറെ വണ്ടിക്കകത്ത് പൊല്യൂഷൻ ഇല്ല. മെനങ്ങാൻ എനിക്കില്ലാതെ തന്നെ 5,000 രൂപ. അല്ല സാറ് നിക്ക്. അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല. അങ്ങനല്ല, അങ്ങനെ പോകാൻ പറ്റും സാറ്. അല്ല അവിടെ നിക്ക്. സാറ് ഇത് അടിച്ചിട്ട് പോയാൽ മതി. നിക്ക് ബുദ്ധിജീവികളെ ഒരൊറ്റ കേറ്റാൻ തരും. നിക്ക്. സാറവിടെ നിക്ക്. സാറവിടെ നിക്ക്. ഒന്ന് നിക്ക്. അവിടെ നിക്ക്. ഒച്ച വെക്കണ്ട. സഹകരിക്കൂ, പരിഹരിക്കാം. അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ട് സാറ് ഒന്ന് പറഞ്ഞിട്ട് പോയാൽ അതിനൊരു സ്നേഹം കൊണ്ട് പറയുന്നതാ. നമുക്ക് മുങ്ങാ സാർ. നിങ്ങളെ ഇതിന്റെ സർക്കാരിന്റെ അല്ലേ? എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അപ്പൊ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു പൊല്യൂഷൻ 2,000 പെറ്റി അടിക്ക്. അത് നിങ്ങൾക്കുള്ള ഇതാണോ പൊല്യൂഷൻ? ഇത് 25-ാം തീയതി തീർന്നിട്ടുണ്ട്. ജനുവരി. ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ? ഇത് ഫെബ്രുവരിയാ. മനസ്സിലായ? 1-2 നിങ്ങൾ അടിക്കുന്നത്. രാവിലെ ഇവിടെ വന്ന് കിടന്ന് 1000, 2000, 3000 ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു അള്ളാന്മാരെ കൊണ്ട് പറയും. രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സാറേ. ഒന്ന് അടിച്ചു നോക്കി സാറ്. എന്നാ തീർന്നിട്ടുള്ള 2,000 അടിക്കുക അങ്ങോട്ട്. ഒരവധി കൂടി തരണം. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അടി തെറ്റിയാൽ ആനയും വീടും എന്ന് പറയുന്നത് എത്ര ശരിയാണ്? പൊല്യൂഷൻ ഇല്ലാത്ത 2,000. ഇവരെ വണ്ടിക്ക് അതെന്തോ കൊമ്പുണ്ടോ? എല്ലാരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത്. ഇതിനകത്ത് എല്ലാവർക്കും സന്തോഷമായല്ലോ. എന്റെ സസ്പെൻഷൻ ഉറപ്പായി. ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. ജീവിക്കാൻ വേണ്ടി വരുന്നത്. അടിച്ചോ? ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാ മതി. എടുക്കുമ്പോ തനിയെ മാറിക്കോളും. ഇതിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാണ് ഞങ്ങളുടെ ലോകം. നമുക്ക് വിശദമായി ഒന്ന് കൂടാം. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്.